നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവൻ കള്ളനോ? തന്ത്രിവാദം ഏറ്റുപിടിച്ച സഭയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും. സഭ ഇന്നലെ സ്തംഭിച്ചിരുന്നു. ഇന്നും പ്രതിപക്ഷ പ്രതിഷേധത്തിന് സഭ സാക്ഷ്യം വഹിച്ചേക്കും. രോഗികളെ വലച്ച ഡോക്ടർമാരുടെ സമരം ഒരാഴ്ച പിന്നിടുകയാണ്. സമരം കടുപ്പിക്കുകയാണ് ഡോക്ടർമാർ. സർക്കാർ ജീവനക്കാരുടെ സ്വകാര്യ വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചോർത്തിയെന്ന് ചൂണ്ടിക്കാട്ടി ഇന്ന് ഹർജി കോടതിയിലെത്തുന്നു. വ്യക്തിഗത വിവരങ്ങൾ ഉപയോഗിച്ച് സർക്കാരിന്റെ PR വർക്കോ എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. ഇറാൻ അമേരിക്ക യുദ്ധഭീതി ഒഴിയുന്നില്ല. അങ്ങനെ നിരവധി വാർത്താ പ്രാധാന്യമുള്ള ദിവസമാണിന്ന്. വാർത്തകളിലേക്ക് വിശദമായി വരാം. ആദ്യം തലക്കെട്ടുകൾ. റാഞ്ചി എയർ ആംബുലൻസ് അപകടത്തിൽ 7 മരണം. മരിച്ചത് രോഗിയും ഡോക്ടറും വിമാന ജീവനക്കാരും അടങ്ങുന്ന സംഘം. അപകടത്തിൽപ്പെട്ടത് പൊള്ളലേറ്റ രോഗിയുമായി ദില്ലിയിലേക്ക് പുറപ്പെട്ട റെഡ് ബേർഡ് എയർവേസിന്റെ വിമാനം. അപകടത്തിന് കാരണമായത് മോശം കാലാവസ്ഥയെന്ന് സൂചന. കോഴിക്കോട് വലിയങ്ങാടിയിൽ കെട്ടിടത്തിന്റെ സ്ലാബ് തകർന്ന് മരിച്ച 2 പേരുടെ സംസ്കാരം ഇന്ന്. മേയർ അടക്കമുള്ളവർക്കെതിരെ നരഹത്യ ചുമത്തണമെന്ന് ആവശ്യപ്പെട്ട് കോർപ്പറേഷനിലേക്ക് ഇന്ന് BJPയുടെ മാർച്ച്. മേയർ ഇന്ന് മാധ്യമങ്ങളെ കാണും. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന നിയമസഭാ സമ്മേളനം ഇന്ന് സമാപിക്കും. ശബരിമല വിഷയത്തിൽ അവസാന ദിവസവും സഭ പ്രക്ഷുബ്ധമാകും. പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങി പ്രതിപക്ഷം. വ്യാപാര കരാറിൽ നിന്നും പിന്മാറുമെന്ന ഭീഷണിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വലിയ തീരുവ നേരിടേണ്ടി വരുമെന്ന് രാജ്യങ്ങൾക്ക് ട്രംപിന്റെ ഭീഷണിയോട് പ്രതികരിക്കാതെ ഇന്ത്യ. സർക്കാർ ജീവനക്കാരുടെ സ്വകാര്യ വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ദുരുപയോഗം ചെയ്തു എന്നാരോപിച്ചുകൊണ്ടുള്ള ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. അനുമതിയില്ലാതെ വിവരങ്ങൾ കൈമാറിയത് സ്വകാര്യതാ ലംഘനമെന്ന് ഹർജിക്കാർ. മുഖ്യമന്ത്രി അടക്കമുള്ളവർ എതിർകക്ഷികൾ. നവകേരള സർവേ ഹർജിയിൽ അടിയന്തരവാദം കേൾക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം ഇന്ന് സുപ്രീം കോടതിയിൽ. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടറുടെ സസ്പെൻഷനിൽ പ്രതിഷേധവുമായി KGMOA. തിരുവനന്തപുരം ജില്ലയിലെ ഡോക്ടർമാർ ഇന്ന് കൂട്ട അവധിയെടുത്ത് പ്രതിഷേധിക്കും. ആറ്റുകാൽ പൊങ്കാല ഡ്യൂട്ടി ഉൾപ്പെടെ ബഹിഷ്കരിച്ച് പ്രതിഷേധം. സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടെ അനിശ്ചിതകാല സമരം 9ാം ദിവസത്തിലേക്ക്. റാഞ്ചിയിൽ പൊള്ളലേറ്റ രോഗിയുമായി ഡൽഹിയിലേക്ക് പോയ എയർ ആംബുലൻസ് അപകടത്തിൽപ്പെട്ടു. വിമാനത്തിലുണ്ടായിരുന്ന മുഴുവൻ യാത്രക്കാരും മരിച്ചതായാണ് റിപ്പോർട്ട്. ഡോക്ടറും രോഗിയും ജീവനക്കാരും ഉൾപ്പെടെ 7 പേരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത്. ഇന്നലെ വൈകിട്ട് 7:30യോടെയാണ് ഈ ദുരന്ത സംഭവം ഉണ്ടാകുന്നത്. റെഡ് ബേർഡ് എയർവേസ് ബീച്ച് ക്രാഫ്റ്റ് C-19 വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. റാഞ്ചിയിൽ നിന്നും പറന്നുയർന്ന ഉടനെയാണ് വിമാനം തകർന്നു വീണത്. മോശം കാലാവസ്ഥയാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇനി സഭയിലേക്കാണ് പോകുന്നത്. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം മുന്നിൽ കണ്ട് വെട്ടിച്ചുരുക്കിയ നിയമസഭാ സമ്മേളനം ഇന്ന് സമാപിക്കും. ശബരിമല വിഷയത്തിൽ അവസാന ദിവസവും സഭ പ്രക്ഷുബ്ധമാകാൻ തയ്യാറെടുത്താണ് പ്രതിപക്ഷം ഇന്ന് സഭയിലെത്തുക. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന നിയമസഭാ സമ്മേളനമാണ് ഇന്ന് അവസാനിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുന്നുണ്ട് തിരുവനന്തപുരത്തു നിന്നും. അൺഫിലിറ്റ്, ഇന്നലെ നമ്മൾ കണ്ടത് സഭ പ്രക്ഷുബ്ധമായിരുന്നു. തന്ത്രിവാദമാണ് ഇരുവരും, ഭരണപക്ഷവും പ്രതിപക്ഷവും, ഉയർത്തിയത് എന്നുള്ളതാണ്. 9 ബില്ലുകളാണ് ഇന്ന് സഭയിൽ എത്തുക എന്നുള്ളതാണ്. ഒപ്പം മറ്റ് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഇന്ന് സഭയിലേക്ക് വരിക? വിവരങ്ങൾ. അശ്വതി, ഇന്ന് ഈ സർക്കാരിൻ്റെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന നിയമസഭാ സമ്മേളനം കാണുന്ന എന്നൊരു പ്രത്യേകത കൂടി ഇന്നുണ്ട്. അതായത് 15ാം നിയമസഭയുടെ 16ാം സമ്മേളനത്തിന് ഇന്ന് സമാപനമാവുകയാണ്. ഈ മാർച്ച് 27 വരേക്ക് നേരത്തെ സഭ കലണ്ടർ തീരുമാനിച്ചിരുന്നുവെങ്കിലും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമൊക്കെ മുന്നിൽ കാണുന്നു. ഒപ്പം തന്നെ പ്രതിപക്ഷം തുടർച്ചയായി സഭ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം. ഇതൊക്കെ തന്നെ മുന്നിൽ കണ്ടുകൊണ്ടാണ് സഭ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്നലെ സഭ പുനരാരംഭിച്ചത്. അപ്പോൾ ഇന്നലെയും ഇന്നും 2 ദിവസം വെട്ടിച്ചുരുക്കി 2 ദിവസം
ോടുകൂടി ഈ സഭ അവസാനിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ന് ചേരുന്നത് അവസാനത്തെ ദിനമാണ് എന്ന പ്രത്യേകതയുണ്ട്. എല്ലാ ദിവസവും കാണുന്നത് പോലെ തന്നെ ശബരിമല വിഷയത്തിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ തന്നെയാണ്, അതായത് സഭ പ്രക്ഷുബ്ധമാക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതുപോലെ സമാനമായ രീതിയിൽ ചോദ്യോത്തരവേള ആരംഭിക്കുമ്പോൾ തന്നെ പ്ലക്കാർഡുകളുമായി ബാനറുമൊക്കെ ഉയർത്തി സർക്കാരിനെതിരെ ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങൾ, അതായത് അയ്യപ്പ സംഗമം നടത്തിയ സാമ്പത്തിക ക്രമക്കേട്, ഒപ്പം തന്നെ തന്ത്രിയുടെ അറസ്റ്റിന് പിന്നിലെ രാഷ്ട്രീയം, സർക്കാരിൻ്റെ പകവീട്ടലാണ് തന്ത്രിയുടെ അറസ്റ്റിൽ തുടങ്ങിയ വിഷയങ്ങൾ, ശബരിമല സ്വർണ്ണക്കളയുമായി അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി പ്രതിഷേധം ഘടിപ്പിക്കാനാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം. അതോടൊപ്പം തന്നെയും പ്രതിപക്ഷം സഭാ നടപടികളുമായി സഹകരിക്കുകയില്ല, നടുത്തളത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുക തുടങ്ങി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിയമസഭയിൽ പ്രതിപക്ഷം എന്ത് നിലപാടാണോ പ്രതിഷേധ നിലപാടാണോ എടുത്തത് അതേ നിലപാട് തന്നെയായിരിക്കും ഇന്ന് അവസാന ദിവസവും പ്രതിപക്ഷം സഭയിൽ പിന്തുടരുക. സഭ നേരത്തെ തന്നെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഒരുപക്ഷെ സഭ നേരത്തെ പിരിയാനുള്ള സാധ്യതയുമുണ്ട്. 9 ബില്ലുകൾ സർക്കാരിൻ്റെ പരിഗണനയിൽ നിന്ന് വരുന്നു എന്നതുകൂടിയുണ്ട്. നേറ്റിവിറ്റി കാർഡ് ബില്ല് കഴിഞ്ഞ തവണ പരിഗണിച്ചിരുന്നു, പക്ഷേ അതിനുശേഷമുള്ള അതിൻ്റെ ഭേദഗതി ഉൾപ്പെടെയുള്ള ബില്ലുകൾ ഇന്ന് സഭ പാസ്സാക്കും. ഒപ്പം തന്നെയും ഇന്ന് വിവിധ ഈ വിഷയങ്ങൾ, അതായത് അവസാന സഭാ സമ്മേളനമായതുകൊണ്ട് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് തുടക്കത്തിലെ പുറത്തിറങ്ങിയാൽ പോലും പ്രതിപക്ഷത്തിൻ്റെ അഭാവത്തിൽ തന്നെയായിരിക്കും ഭരണപക്ഷം ബില്ലുകളൊക്കെ പാസ്സാക്കുക. ഈ സഭാ സമ്മേളനത്തോടു കൂടി ഇത് അവസാനിക്കുന്നതോടുകൂടി സർക്കാരിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു എന്നത് പ്രത്യേകത. അതുകൊണ്ട് തന്നെയും ഈ അവസാനത്തെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിൽക്കുന്ന ഇതിൻ്റെ അവസാന സമ്മേളനമാണ്. പക്ഷേ പ്രതിപക്ഷ നേതാവ് സഭയിൽ ഉണ്ടാവുകയില്ല എന്നതുകൂടി പറയേണ്ടതുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ യാത്രയായത് കാരണം അവസാന സഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ അസാന്നിധ്യവും ശ്രദ്ധിക്കപ്പെടും. അങ്ങനെ ഒത്തിരി പ്രത്യേകതകൾ ഇന്നത്തെ നിയമസഭാ സമ്മേളനത്തിൽ ഉണ്ട് എന്നതും എടുത്തു പറയേണ്ടതാണ്. ആശ്വതി, അതുതന്നെയാണ് അൺഫിൽറ്റർ സൂചിപ്പിച്ച പോലെ ഈ സർക്കാരിൻ്റെ അവസാന നിയമസഭാ സമ്മേളനമാണ് ഇന്ന് അവസാനിക്കാനിരിക്കുന്നത്. 9 ബില്ലുകൾ പരിഗണനയ്ക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട ബില്ലുകളുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം ധനമന്ത്രി അടക്കം സൂചിപ്പിച്ചത്. അങ്ങനെയെങ്കിൽ അതിനെയൊക്കെ എതിർക്കുകയാണ് പ്രതിപക്ഷം ചെയ്യുന്നത് എന്നുള്ള ആക്ഷേപമാണ് ഭരണപക്ഷം ഉന്നയിക്കുന്നതും. ഒപ്പം മാർച്ച് 26 വരെയായിരുന്നു നേരത്തെ നിയമസഭാ സമ്മേളനം ചേരുക എന്നുള്ള അറിവ് ലഭിച്ചിരുന്നത്. എങ്കിലും പക്ഷേ ഈ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനമൊക്കെ മുന്നിൽ കണ്ട് വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ് നിയമസഭാ സമ്മേളനം എന്നുള്ളതാണ്. അതാണോ പ്രധാന കാരണം, അതോ ഈ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് അല്ലെങ്കിൽ അവരുടെ ഒരു പ്രതിഷേധത്തെ തുടർന്നാണോ ഈ നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കിയത്? എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? നേരത്തെ തന്നെ നമുക്കറിയാമായിരുന്നു മാർച്ച് 26 വരെ എന്നുള്ളത് ഒരു കലണ്ടറിലുണ്ടായിരുന്നു, സഭാ കലണ്ടറിൽ. അത് ആദ്യമേ തന്നെ സഭയുടെ തീയതി വിജ്ഞാപനം ചെയ്യുമ്പോൾ തന്നെ മാർച്ച് 26, 27 കലണ്ടറിലുണ്ടായിരുന്നെങ്കിലും നേരത്തെ അത് പറഞ്ഞിരുന്നു. കാരണം അത് വിജ്ഞാപനം എങ്ങനെയാണോ വരുന്നത് അതിന് മുന്നോടിയായി സഭ വെട്ടിച്ചുരുക്കുമെന്നുള്ളത് നേരത്തെ തന്നെ അറിവുള്ള കാര്യമാണ്. അതിൻ്റെ എപ്പോൾ എത്ര ദിവസത്തേക്ക് വെട്ടിച്ചുരുക്കുമെന്നുള്ളത് അത് സഭ തുടങ്ങിയതിന് ശേഷം അതിലൊരു എങ്ങനെയാണോ സഭ മുന്നോട്ട് പോകുന്നത് അതനുസരിച്ച് തീരുമാനിക്കുമെന്നാണ്. അതുപോലെ തന്നെയാണ്. മാത്രമല്ല ഈ പ്രതിപക്ഷ നേതാവിൻ്റെ ജാഥ, ഒപ്പം തന്നെ LDFിൻ്റെ മേഖലാ ജാഥകൾ, ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഇടയ്ക്കൊരു 2 ആഴ്ച സഭാ നടപടികൾ നിർത്തിവെച്ചിരുന്നു. അതിനുശേഷമാണ് പുനരാരംഭിച്ചത്. ഇതൊക്കെ തന്നെ കൃത്യമായി സഭാ കലണ്ടറിൽ നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ ഇടവേളയ്ക്ക് ശേഷം സഭ പുനരാരംഭിക്കുമ്പോൾ ഈ പ്രതിപക്ഷത്തിൻ്റെ തുടർച്ചയായുള്ള സഭാ സ്തംഭനം ഒരു വിഷയം തന്നെയാണ്. അതിനപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം മുന്നിൽ കണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഒരുക്കങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് മാർച്ച് 26 വരെ അനന്തമായ മാർച്ച് 26 വരെ അത്രത്തോളം സഭാ നടപടികളുമായി മുന്നോട്ട് പോകുക ഭരണപക്ഷത്തിനായാലും പ്രതിപക്ഷത്തിനായാലും ഒരു പ്രായോഗികമല്ല എന്നൊരു വിലയിരുത്തലുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് സഭാ നടപടികൾ വെട്ടിച്ചുരുക്കുന്നത്. ഈ സഭാ സമ്മേളനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ 15ാം നിയമസഭയുടെ 16ാം സമ്മേളനത്തിൽ ഉടനീളം നമ്മൾ കാണുന്നത് പ്രതിപക്ഷത്തിൻ്റെ നിസ്സഹകരണം തന്നെയാണ്. അതൊരു ചർച്ചാ വിഷയം ആകുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം ഒരുപക്ഷെ പ്രചാരണ സമയത്തൊക്കെ തന്നെയും സഭയിൽ ശബരിമല ഉയർത്തിക്കാട്ടി, ശബരിമല വിഷയം മാത്രം ഉയർത്തിക്കാട്ടിയാണ് സഭ തുടർച്ചയായി സ്തംഭിച്ചുകൊണ്ടേയിരുന്നു. 2 കോൺഗ്രസ് UDFിൻ്റെ 2 MLAമാർ വീതം സഭാ കവാടത്തിൽ ഈ ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധ സമരം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഈ 16 സമ്മേളനം തുടങ്ങുമ്പോൾ ശബരിമല വിഷയം സ്വർണ്ണക്കൊള്ള ഉയർത്തിക്കാട്ടിയാണ് പ്രതിപക്ഷ നിസ്സഹകരണം തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു എന്ന പ്രത്യേകത കൂടി ഈ 16ാം സമ്മേളനത്തിലുണ്ട്. ശരി അൺഫിൽറ്റർ, തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം മുന്നിൽ കണ്ട് വെട്ടിച്ചുരുക്കിയ നിയമസഭാ സമ്മേളനം ഇന്ന് സമാപിക്കുകയാണ്. ശബരിമല വിഷയത്തിൽ അവസാന ദിവസവും സഭ പ്രക്ഷുബ്ധമാകാനാണ് സാധ്യത. 2ാം പിണറായി സർക്കാരിൻ്റെ അവസാന നിയമസഭാ സമ്മേളനമാണ് ഇന്ന് അവസാനിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. ഒപ്പം 9 ബില്ലുകളൊക്കെ ഇന്ന് സഭയിൽ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. വിവരങ്ങളാണ് അൺഫിൽറ്റർ ഡിസൂസ തിരുവനന്തപുരത്തു നിന്നും
നൽകിയത്. ഇനി നമ്മൾ കോഴിക്കോടേക്കാണ് പോകുന്നത്. കോഴിക്കോട് വലിയങ്ങാടിയിൽ കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് സ്ലാബ് തകർന്നു വീണ് അപകടത്തിൽ മരിച്ച 3 പേരുടെ സംസ്കാരം ഇന്നാണ്. അത്തോളി സ്വദേശികളായ ബഷീറിന്റെയും അഷ്റഫിന്റെയും സംസ്കാരമാണ് ഇന്ന് നടക്കുക. അതേസമയം അപകടത്തിൽ മരിച്ചവരുടെ കുടുംബത്തിനും സഹായം നൽകണമെന്ന് ഉൾപ്പെടെ ആവശ്യപ്പെട്ട BJP കോർപ്പറേഷനിലേക്ക് ഇന്ന് മാർച്ചും നടത്തും. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും ലക്ഷ്മിപ്രിയ ചേരുന്നുണ്ട്. ലക്ഷ്മിപ്രിയ, ഇന്നലെ കണ്ടത് വലിയൊരു അപകടമായിരുന്നു എന്നുള്ളതാണ്. 4 പേരുടെ മരണം, അതിന് ഉത്തരവാദി ആര് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. 3 പേരുടെ സംസ്കാരം ഇന്ന് നടക്കും എന്നുള്ളതാണ്. കോർപ്പറേഷൻ എന്ത് വിശദീകരണമാണ്, അല്ലെങ്കിൽ ഈ ചോദ്യത്തിനൊക്കെ എന്ത് മറുപടിയാണ് കോർപ്പറേഷൻ നൽകുക? ഇന്നിപ്പോൾ മേയർ മാധ്യമങ്ങളെയൊക്കെ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വലിയ ദാരുണമായ സംഭവം തന്നെയാണ് നടന്നത്. കാരണം വിശ്രമിക്കാൻ വേണ്ടി ഇവിടെ ഈ ഒരു സ്ഥലത്ത് വന്നിരുന്നു. അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ സ്ലാബ് തകർന്നു വീണ് മരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. ഉച്ചയോടുകൂടി തന്നെ 3 പേരുടെ മരണം സംഭവിച്ചിരുന്നു. എന്നാൽ 4മതൊരാൾ, അതായത് വിനോദ്, വൈകുന്നേരം ഒരു 5 മണിയോടുകൂടി തന്നെയാണ് വിനോദിന്റെ മരണം സ്ഥിരീകരിച്ചത്. ഏതായാലും വലിയൊരു അപകടം തന്നെയാണ് നടന്നിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതാണ്. അത്രയും വലിയ അപകടം തന്നെയാണ് നടന്നിട്ടുള്ളത്. ഇതൊരു കോർപ്പറേഷൻ ബിൽഡിംഗ് ആണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള തർക്കങ്ങളും കാര്യങ്ങളും കഴിഞ്ഞ ദിവസം തന്നെ ഉടലെടുത്തിട്ടുണ്ടായിരുന്നു. പ്രധാനമായും കോർപ്പറേഷൻ സെക്രട്ടറി അടക്കം പ്രധാനമായും പറയുന്നത് ഇത് പൊളിക്കാൻ വേണ്ടി ലിസ്റ്റ് ചെയ്യപ്പെട്ട ബിൽഡിങ്ങിൽ ഉൾപ്പെടുന്നതാണ്. എന്തുകൊണ്ട് പിന്നീടും അത് പൊളിച്ചു നീക്കാതെ ഇപ്പോഴും അതിന്റെ കൂടുതൽ ഇവിടെയുള്ള കച്ചവടങ്ങളും അതുപോലെ തന്നെ സമാഹാരങ്ങളും എല്ലാം ഈ ഒരു ബിൽഡിങ്ങിൽ നടക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. അപ്പോൾ കോൺഗ്രസും അതുപോലെ തന്നെ BJPയും പ്രധാനമായും ഉന്നയിക്കുക ഇത്രയും, അതായത് 70 വർഷത്തിലേറെ പഴക്കമുള്ള കെട്ടിടമാണ്. അപ്പോൾ എന്തുകൊണ്ട് ഈ പൊളിച്ചു നീക്കാനുള്ള നടപടികൾ, അതായത് അതിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടും എന്തുകൊണ്ട് നടപടികൾ ആരംഭിച്ചിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് BJP പ്രവർത്തകർ കോർപ്പറേഷനിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട്. പ്രധാനമായും ഉന്നയിക്കുന്നത് മേയർക്കും ഡെപ്യൂട്ടി മേയർക്കുമെതിരെ നരഹത്യക്ക് കേസെടുക്കണം, അതുപോലെ തന്നെ അതായത് ഇവരുടെ കുടുംബത്തിന് 4 പേരുടെ കുടുംബത്തിന് ധനസഹായം നൽകണം എന്നടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് BJP ഇന്ന് രംഗത്തേക്ക് ഇറങ്ങുന്നത്. ഏതായാലും മേയർ ഇന്ന് 9 മണിയോടുകൂടി തന്നെ മാധ്യമങ്ങൾ കാണാൻ അവർ പ്രധാനമായും പറയുന്നത് ഇതാണ്. ഈ കെട്ടിടവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരുത്താനായിരിക്കും ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം മേയർ വിളിച്ചിട്ടുണ്ടാകുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും കോർപ്പറേഷൻ ഈ ഒരു വിഷയത്തിൽ കോർപ്പറേഷന്റെ ആഭ്യന്തര അന്വേഷണം ഇന്ന് നടക്കുമെന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. ഏതായാലും എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ പരിശോധനയാണ് നടക്കുക. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്, എവിടെയാണ് പാളിച്ച പറ്റിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് പരിശോധിക്കും. ഏതായാലും വിനോദിന്റെയും അതുപോലെ തന്നെ അഷ്റഫിന്റെയും എല്ലാം ഇന്ന് സംസ്കാരം നടക്കുമെന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ജബ്ബാറിന്റെ, അതായത് കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടുകൂടി തന്നെ ജബ്ബാറിന്റെ സംസ്കാരവും നടന്നിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ ഒരു അപകടത്തിൽപ്പെട്ട് ഇപ്പോൾ ചെറിയ പരിക്കുകളോടെ മാത്രം രക്ഷപ്പെട്ട ജലീൽ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ്. ആരോഗ്യസ്ഥിതി ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ തുടരുകയാണ് എന്നുള്ള വിവരം ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ലക്ഷ്മി, അതാണ്, ഒരാൾ മാത്രമാണ് ഗുരുതര പരിക്കുകളോടെ രക്ഷപ്പെട്ടത് എന്നുള്ളതാണ്. നമുക്കറിയാം, വലിയ പ്രതിഷേധമാണ് ഇന്നലെ BJPയും യൂത്ത് കോൺഗ്രസ് അടക്കമുള്ളവർ ഉയർത്തിയത് എന്നുള്ളതാണ്. 2024 ഈ കെട്ടിടം പൊളിച്ചു മാറ്റണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ ഇതിപ്പോൾ 2026 ആയിരിക്കുന്നു. അത് വലിയ അപകടത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ധനസഹായം, മരിച്ചവരുടെ കുടുംബത്തിന് ധനസഹായം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഉള്ള ഒരു BJP കോർപ്പറേഷൻ മാർച്ച് ഇന്ന് നടത്തുമെന്നുള്ളതാണ്. ഈ ധനസഹായം ഉറപ്പാക്കിയില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുമെന്നാണ് പ്രതിപക്ഷം സൂചിപ്പിക്കുന്നത്. കോഴിക്കോട് വലിയങ്ങാടിയിൽ കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് സ്ലാബ് തകർന്നു വീണ അപകടത്തിൽ മരിച്ച 3 പേരുടെ സംസ്കാരം ഇന്ന് നടക്കും. അത്തോളി സ്വദേശികളായ ബഷീറിന്റെയും അഷ്റഫിന്റെയും വിനോദിന്റെയും സംസ്കാരമാണ് ഇന്ന് നടക്കുന്നത്. അതേസമയം അപകടത്തിൽ മരിച്ചവരുടെ കുടുംബത്തിനും സഹായം നൽകണമെന്നാവശ്യപ്പെട്ട് BJP കോർപ്പറേഷനിലേക്ക് ഇന്ന് മാർച്ച് നടത്തുന്നുണ്ട്. വിവരങ്ങളാണ് കോഴിക്കോട് നിന്നും ലക്ഷ്മിപ്രിയ നൽകിക്കൊണ്ടിരുന്നത്. മറ്റു വാർത്തയിലേക്ക്. വ്യാപാര കരാറിൽ നിന്നും പിന്മാറാൻ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കരാറിൽ നിന്നും പിന്മാറിയില്ലെങ്കിൽ വലിയ തീരുവ നൽകേണ്ടി വരുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ട്രംപിന്റെ ഭീഷണിയോട് ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല. അമേരിക്ക സുപ്രീം കോടതിയുടെ പുതിയ വിധിയിൽ ആശ്വാസം കണ്ടെത്തുന്ന രാജ്യങ്ങൾ കടുത്ത വ്യാപാര
പിഴകൾ നേരിടേണ്ടി വരുമെന്ന് ട്രംപ് നേരത്തെ ഭീഷണി മുഴക്കിയിരുന്നു. US-ഉമായുള്ള പ്രധാന വ്യാപാര കരാർ താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് യൂറോപ്യൻ യൂണിയൻ സൂചന നൽകിയതിന് പിന്നാലെയാണ് ട്രംപിന്റെ കടുത്ത പ്രതികരണം. കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി ഇന്ത്യയിലേക്ക് ഫെബ്രുവരി 26 മുതൽ മാർച്ച് 7 വരെ നീണ്ടുനിൽക്കുന്ന 3 രാഷ്ട്രങ്ങളടങ്ങുന്ന ഇന്തോ പസഫിക് പര്യടനത്തിന്റെ ഭാഗമായാണ് സന്ദർശനം. ഇന്ത്യ, ഓസ്ട്രേലിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങളുമായി വാണിജ്യം, നിക്ഷേപം, ഇന്തോ പസഫിക് പങ്കാളിത്തം ശക്തിപ്പെടുത്തുക തുടങ്ങിയവയാണ് യാത്രയുടെ പ്രധാന ലക്ഷ്യം. മുംബൈയിൽ നിന്നുമാണ് മാർക്ക് കാർണിയുടെ ഇന്ത്യ സന്ദർശനം ആരംഭിക്കുന്നത്. തുടർന്ന് ഡൽഹിയിലെത്തുന്ന കാർണി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ചകൾ നടത്തും. വ്യാപാരം, ഊർജ്ജം, സാങ്കേതിക വിദ്യ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, പ്രതിരോധം എന്നീ മേഖലകളിലെ സഹകരണം മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച നടക്കാനാണ് സാധ്യത. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടറുടെ സസ്പെൻഷനിൽ ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ ഡോക്ടർമാർ കൂട്ട അവധിയെടുത്ത് പ്രതിഷേധിക്കുന്നു. ആറ്റുകാൽ പൊങ്കാല ഡ്യൂട്ടി ഉൾപ്പെടെ ബഹിഷ്കരിച്ചാണ് പ്രതിഷേധം. സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ അനിശ്ചിതകാല സമരം 9ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന് അൺഫിലിറ്റ് ഡിസൂസയുണ്ട്. അൺഫിലിറ്റ്, രോഗികളാണ് വലയുന്നത് ഈ പ്രതിഷേധത്തിൽ ഒക്കെ എന്നുള്ളതാണ്. ഒപ്പം ഡോക്ടർമാരുടെ സമരം ഒരാഴ്ച പിന്നിടുന്നു. പൊങ്കാല ഡ്യൂട്ടി അടക്കമുള്ളവർ ഈ നെടുമങ്ങാട് വിഷയം ഉന്നയിച്ച് പ്രതിഷേധിക്കുന്നുമുണ്ടല്ലോ. തലസ്ഥാനത്ത്, അതായത് തിരുവനന്തപുരം ജില്ലയിലെ മുഴുവൻ സർക്കാർ ഡോക്ടർമാരും ഇന്ന് പ്രതിഷേധിക്കുകയാണ്. ജില്ലാ ആരോഗ്യ കേന്ദ്രത്തിന് കീഴിലുള്ള ഡോക്ടർമാരാണ് പ്രതിഷേധിക്കുന്നത്. അവർ ഡ്യൂട്ടി ബഹിഷ്കരിച്ചെന്ന് കൂട്ട അവധിയെടുത്താണ് പ്രതിഷേധിക്കുന്നത്. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലുണ്ടായ സംഭവം, അതായത് നവജാത ശിശു മരിക്കാനിട സംഭവത്തിൽ ഡോക്ടറുടെ സസ്പെൻഷൻ, അതോടൊപ്പമുണ്ടായ സംഘർഷം, ഇതിലൊക്കെ തന്നെയും പ്രതിഷേധിച്ചുകൊണ്ടാണ് കൂട്ട അവധിയെടുത്ത് ഡോക്ടർമാർ ഇന്ന് പ്രതിഷേധിക്കുന്നത്. അതായത് ഡോക്ടർമാർ പറയുന്നത്, ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് അവർ ഉന്നയിക്കുന്നത് ആരോപണം അല്ലെങ്കിൽ പരാതി എന്ന് പറയുന്നത്, ഈ സംഭവം ഉണ്ടായി, നവജാത ശിശു മരിക്കാനിടയായ ഒരു സംഭവം ഉണ്ടായി, അതിൻ്റെ വിശദമായ റിപ്പോർട്ട്, അതായത് വിശദമായ റിപ്പോർട്ടോ ശാസ്ത്രീയ പരിശോധന റിപ്പോർട്ടോ വരുന്നതിന് മുമ്പ് തന്നെ ഡോക്ടറെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്തു. അങ്ങനെ ഒരു സംഭവം ുമ്പോൾ അതിൽ കൃത്യമായ പരിശോധനാ റിപ്പോർട്ട് വരുന്നതിന് ശേഷം മാത്രമേ ആ ബന്ധപ്പെട്ട ഡോക്ടർക്കെതിരെ ഒരു അച്ചടക്ക നടപടി സ്വീകരിക്കാൻ പാടുള്ളൂ എന്നാണ് KGMO പറയുന്നത്. അതോടൊപ്പം തന്നെ നെടുമങ്ങാട് ആശുപത്രിയിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ അവിടുത്തെ ആശുപത്രി സൂപ്രണ്ടിനെ പ്രതിഷേധക്കാർ മർദ്ദിച്ചുവെന്നാണ് ഡോക്ടർമാരുടെ സംഘടന പറയുന്നത്. വനിതാ സൂപ്രണ്ട് കൂടിയാണ്. ഒപ്പം ഇത് പരിശോധിക്കാൻ എത്തിയ, ഈ സംഭവം അറിഞ്ഞ് ജില്ലാ ആശുപത്രിയിലെത്തിയ ജില്ലാ മെഡിക്കൽ ഓഫീസറെയും ആക്രമിക്കുകയും ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് പരിക്കേൽക്കുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ 2 ഡോക്ടർമാർക്ക് ഈ പ്രതിഷേധത്തിലും സംഘർഷത്തിലും പരിക്കേറ്റു. ഈ ബന്ധപ്പെട്ട ഡോക്ടറിനെ ഈ റിപ്പോർട്ട് വരുന്നതിന് മുൻപ് തന്നെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്തു. ഈ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് KGMO പ്രതിഷേധിക്കുന്നത്. ഭാഗമായി ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ മുഴുവൻ സർക്കാർ ഡോക്ടർമാരും കൂട്ട അവധിയെടുത്ത് പ്രതിഷേധിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയിലും അനുകൂലമായൊരു നിലപാട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നാണ് KGMO പറയുന്നത്. ഇതിൻ്റെ ഭാഗമായി പ്രതിഷേധത്തിൽ ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റുകാൽ പൊങ്കാല ബന്ധപ്പെട്ട ഡ്യൂട്ടിയുണ്ട്. ഈ ഡ്യൂട്ടി ഉൾപ്പെടെ ബഹിഷ്കരിക്കുമെന്നാണ് ഡോക്ടർമാരുടെ സംഘടന അറിയിച്ചിട്ടുണ്ട്. അതേസമയം അടിയന്തരമായ ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ളത് ഒന്നും മുടക്കുകയില്ല, അത് കൃത്യമായി തന്നെ ഉണ്ടാകും. OP ഉൾപ്പെടെ ബഹിഷ്കരിക്കുന്നു. ഈ നെടുമങ്ങാട് ജില്ലാ താലൂക്ക് ആശുപത്രിയിൽ ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ ഡോക്ടർമാർ ഇന്നലെയും ഇന്നുമൊക്കെയായി OP ബഹിഷ്കരണം ഉൾപ്പെടെയുള്ള പ്രതിഷേധം ആ ആശുപത്രിയിൽ മാത്രമായി നടക്കുന്നുണ്ട്. അതേസമയം ഇന്ന് കൂട്ട അവധിയെടുത്താണ് ജില്ലയിലെ മുഴുവൻ ഡോക്ടർമാരും പ്രതിഷേധിക്കുന്നത്. അതോടൊപ്പം തന്നെയും KGMCT, അതായത് സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ നടത്തുന്ന സമരം ഇന്നലെ 8 ദിവസം പിന്നിട്ടു. ഇന്നിപ്പോൾ 9ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇന്നലെ KGMCT പ്രതിനിധികളും ഇന്നലെ ആരോഗ്യമന്ത്രിയുമായും ധനമന്ത്രിയുമായും ചർച്ച നടത്തിയിരുന്നു. അപ്പോഴൊക്കെ ഇവർ മുന്നോട്ട് വെച്ചത് ഇവരുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക, അത് 2016 നടപ്പാക്കിയ ശമ്പള പരിഷ്കരണ കുടിശ്ശിക 10 വർഷമായിട്ടും ഇപ്പോൾ ഇതുവരെ സർക്കാർ തന്നില്ല. ഇവരുടെ അടിസ്ഥാനമായ ആവശ്യങ്ങളൊന്നും തന്നെ സർക്കാർ പരിഗണിക്കുന്നില്ല. മുഖം തിരിഞ്ഞു നിൽക്കുകയാണ്. എത്ര തന്നെ സമരം നിരന്തരം നടത്തിയിട്ടും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് സെക്രട്ടേറിയറ്റ് നടയിൽ അന്ന് പ്രതിഷേധ മാർച്ചും ഒക്കെ ഉണ്ടായിട്ട് പോലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അനുകൂല നടപടി സ്വീകരിച്ചില്ല. അതുകൊണ്ടാണ് അവർ റിലേ സത്യാഗ്രഹ സമരം ഇപ്പോൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായാണ് OP ഉൾപ്പെടെ പ്രതിഷേധം നടത്തുന്നത്. അതേസമയം അപ്പോഴും ഈ അടിയന്തരമായ ശസ്ത്രക്രിയകൾ, പോസ്റ്റ്മോർട്ടം, ഈ ഗൈനക് വിഭാഗം ഉൾപ്പെടെ തന്നെ, അതായത് പ്രസവ ശുശ്രൂഷ ഉൾപ്പെടെയുള്ളതൊന്നും തന്നെ ബഹിഷ്കരിക്കുന്നില്ല. അടിയന്തരമായി ഡോക്ടർമാരുടെ ആവശ്യമുള്ള മേഖലകളൊന്നും തന്നെയും ബഹിഷ്കരിക്കാതെ മറ്റ് വിഭാഗങ്ങളൊക്കെ തന്നെ ബഹിഷ്കരിച്ചുകൊണ്ടുള്ള ഒരു സമരം ഇതിപ്പോൾ ഇന്ന് 9ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ദിവസവും ചർച്ചയിൽ നടപടി ഉണ്ടായില്ല. അന്ന് ധനമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയിൽ ഡോക്ടർമാരോട് പറഞ്ഞത് സാമ്പത്തികമായ പ്രതിസന്ധി സർക്കാരിനുണ്ട്, അതുകൊണ്ട്
അതുകൊണ്ട് ഈ 10 വർഷത്തെ ശമ്പള കുടിശ്ശിക ഒരുമിച്ച് ഉടനടി നൽകാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടൊക്കെ തന്നെ ധനമന്ത്രി വിശദീകരിച്ചിരുന്നു. പക്ഷേ ഡോക്ടർമാർ സംഘടന പറയുന്നത് തങ്ങളുടെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് പോരാടുന്നത്, അത് കിട്ടുന്നത് വരെയും സമരം തുടരും, സമരത്തിൽ നിന്ന് പിന്മാറുകയില്ല എന്ന പ്രതിഷേധത്തിൽ തന്നെയാണ് ഡോക്ടർമാർ. മാത്രമല്ല ഫെബ്രുവരി 24 മുതൽ, അതായത് 25 മുതൽ അവർ ഈ സർവകലാശാല ഡ്യൂട്ടികൾ ഉൾപ്പെടെ ബഹിഷ്കരിച്ചുകൊണ്ട് സമരം കൂടുതൽ കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ എന്തൊക്കെയായാലും വലയുന്നത് രോഗികളാണ്. കാരണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഈ സമരം ഇപ്പോൾ 9 ദിവസമൊക്കെ സീനിയർ ഡോക്ടർമാർ തുടർച്ചയായി OP ബഹിഷ്കരണവുമായി മുന്നോട്ട് പോകുമ്പോൾ സാധാരണക്കാരെ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ, ആശുപത്രി സംവിധാനങ്ങളും ചികിത്സാ സംവിധാനങ്ങളും ഒക്കെ തന്നെയും തകിടം മറിയുന്ന ഒരു രീതിയിലാണ് ഈ 9 ദിവസവും ആകുന്നത്. പക്ഷേ അപ്പോഴും ഇരുവിഭാഗം ഡോക്ടർമാരായാലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നിലപാടുകൾ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. അത് രോഗികളുടെ ഒരു അവസ്ഥ പരിഗണന വേണമെന്നൊരു ആവശ്യവുമാണ് ഉയരുന്നത്. അശ്വതി, അതാണ് അൺഫിൽറ്റ് രോഗികളാണ് വലയുന്നത് എന്നുള്ളതാണ്. ഈ ഡയസ്നോൺ അടക്കം ആരോഗ്യ വകുപ്പ് പ്രയോഗിച്ചു നോക്കി, പക്ഷേ ഡോക്ടർമാർ കുലുങ്ങുന്നില്ല എന്നുള്ളതാണ്. ഈ ഡോക്ടർമാരുമായി ഉള്ള അല്ലെങ്കിൽ സംഘടനയുമായും ഇന്നലെ ആരോഗ്യ വകുപ്പ് മന്ത്രിയും ഒപ്പം മുഖ്യമന്ത്രിയും ഒക്കെ ചർച്ച നടത്തിയിരുന്നു. പക്ഷേ സമവായം എങ്ങും എത്തിയില്ല എന്നുള്ളതാണ് ഡോക്ടർമാർ കടുപ്പിക്കുന്നു. ഒരു നിശ്ചിത ഉറപ്പ് ലഭിച്ചില്ല എന്നതാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. അതെ, തീർച്ചയായും ഒരു കൃത്യമായ ഉറപ്പ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. കാരണം ഇതിനു മുമ്പ് പലപ്പോഴും ഇവരുടെ സമരത്തിനൊക്കെ ഇവരെ പല ഘട്ടങ്ങളിലൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഇത് ഉറപ്പ് നൽകുന്നു, പക്ഷേ അത് പാലിക്കുന്നില്ല. അങ്ങനെ പാലിക്കാതെ അവർ കബളിപ്പിക്കപ്പെടുന്നു എന്നാണ് ഡോക്ടർമാരുടെ സംഘടന പറയുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഉറപ്പ് ഇത്തവണ വേണം. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഡോക്ടർമാരുടെ സംഘടന ഈ രീതിയിൽ പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കുക കൂടി ചെയ്യുന്നത്. കാരണം ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കാണുമ്പോൾ സ്വാഭാവികമായും സർക്കാർ ഡോക്ടർമാർ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം, അത് തുടർച്ചയായി ഇത്രയേറെ ദിവസം ഇങ്ങനെ തുടർച്ചയായി നിൽക്കുമ്പോൾ അവരുടെ അനിശ്ചിതകാല സത്യാഗ്രഹ സമരമാണ് നടക്കുന്നത്. ഇന്നിപ്പോൾ 9 ദിവസത്തിലേക്ക് കടക്കുന്നു. അപ്പോൾ സ്വാഭാവികമായ ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കാണുമ്പോൾ ആ സർക്കാർ അനുകൂലമായ ഒരു നിലപാടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സർക്കാർ കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയിലും ഇവർ ഉന്നയിക്കുന്നത് ഇവരുടെ അടിസ്ഥാന ശമ്പളം വർധനവ്, ഒപ്പം തന്നെ ഇവരുടെ ആരോഗ്യ സംരക്ഷണം, ഡോക്ടർമാർക്ക് ഈ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരു അപര്യാപ്തത, ഇതൊക്കെ തന്നെ അവർ ഉയർത്തിക്കാട്ടുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ നിരവധി ആവശ്യങ്ങളുണ്ടെങ്കിലും പക്ഷെ അവർ ഏറ്റവും പ്രധാനമായി ഉന്നയിക്കുന്നത് ശമ്പള പരിഷ്കരണത്തിലെ ആ കുടിശ്ശിക തന്നെയാണ്. ആ കുടിശ്ശിക 10 വർഷമായി നിഷേധിക്കപ്പെടുന്നു. അത് തന്നെയാണ് പ്രധാനമായും ആവശ്യപ്പെടുന്നത്. പക്ഷേ അതൊരു ഭീമമായ തുകയാണ്. അത് ഉടനടി നൽകുക എന്ന് പറയുന്നത് സർക്കാരിനെ സംബന്ധിച്ച് സാമ്പത്തികമായി വലിയൊരു ബാധ്യതയിലേക്ക് മാറും എന്നുള്ളത് കൊണ്ട് നിലവിലെ സാഹചര്യത്തിൽ പറ്റില്ല എന്നാണ് നേരത്തെ ആരോഗ്യമന്ത്രിയുമായും ധനമന്ത്രിയുമായും ഒക്കെ നടത്തിയ ചർച്ചയിൽ സർക്കാരിൻ്റെ നിലപാട് സർക്കാർ വ്യക്തമാക്കി. പക്ഷേ ഡോക്ടർമാർ സമരം തുടരുന്നു, ശക്തമായ പ്രതിഷേധമായി. ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ തന്നെയും സമരം കടുപ്പിക്കാനാണ് ഇപ്പോൾ KGMCTയുടെ ജനറൽ ബോഡിയൊക്കെ തീരുമാനമെടുത്തിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കൂടുതൽ ശക്തമായ രീതിയിലേക്ക് സമരം കടുപ്പിച്ചു പോകുമ്പോൾ ഇപ്പോൾ നടത്തുന്ന റിലേ സത്യാഗ്രഹ സമരമാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് വരും ദിവസങ്ങളിലൊക്കെ സമരം കൂടുതൽ കടുപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് എങ്ങനെയാകും ആശുപത്രികളെ, പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രികളെ എങ്ങനെയാകും ബാധിക്കുക എന്നുള്ളത് ഒരു ചോദ്യം അവശേഷിക്കുകയാണ്. അശ്വതി, തീർച്ചയായും അൺഫിൽറ്റ് നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടറുടെ സസ്പെൻഷനിൽ നിന്ന് തിരുവനന്തപുരം ജില്ലയിലെ ഡോക്ടർമാർ അവധിയെടുത്ത് പ്രതിഷേധിക്കുകയാണ്. ആറ്റുകാൽ പൊങ്കാല ഡ്യൂട്ടി ഉൾപ്പെടെ ബഹിഷ്കരിച്ചാണ് പ്രതിഷേധം എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ അനിശ്ചിതകാല സമരം 9ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. വിവരങ്ങളാണ് തിരുവനന്തപുരത്തു നിന്നും അൺഫിലിറ്റ് ഡിസൂസ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. സർക്കാർ ജീവനക്കാരുടെ ഡാറ്റാ ചോർച്ചയും സ്വകാര്യതാ ലംഘനവും ആരോപിച്ചു നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. സെക്രട്ടേറിയറ്റ് ജീവനക്കാരനായ അനിൽകുമാർ അടക്കമുള്ളവരാണ് ഹർജിക്കാർ. സ്പാർക്കിൽ ഔദ്യോഗിക ആവശ്യത്തിന് മാത്രമായി നൽകിയ ഫോൺ നമ്പർ ശേഖരിച്ചത് വ്യക്തികളുടെ അനുമതിയില്ലാതെ ഉപയോഗിച്ചു എന്നതാണ് ഉയർത്തുന്ന പ്രധാന വാദം. നവകേരള സർവേയുമായി ബന്ധപ്പെട്ട ഹർജികളിൽ അടിയന്തരവാദം കേൾക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. വിവരങ്ങൾ നൽകാൻ AT അശ്വതിയുണ്ട് കൊച്ചിയിൽ നിന്നും എന്നുള്ളതാണ്. അശ്വതി, സർക്കാർ ജീവനക്കാരുടെ ഡേറ്റ ചോർച്ച നമുക്കറിയാം. നവകേരള സർവേ ഒരു വശത്ത് സർക്കാരിന് ഊറ കൊടുക്കായി നിൽക്കുമ്പോഴാണ് ഇപ്പോൾ സർക്കാർ ജീവനക്കാരുടെ ഡേറ്റ ചോർച്ചയും വന്നിരിക്കുന്നത്. PR വർക്ക് എന്നാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാന ആരോപണം. ഇന്ന് ഹർജി ഹൈക്കോടതിയിൽ എത്തുമ്പോൾ വിവരങ്ങൾ എങ്ങനെയാണ്?
ഇന്ന് ഈ സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണ സോഫ്റ്റ്വെയർ ആണ് സ്പാർക്ക് എന്ന് പറയുന്നത്. അതിൽ നൽകിയിരിക്കുന്ന ഫോൺ നമ്പറുകൾ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി, അതായത് സർക്കാരിന്റെ നേട്ടങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിവരങ്ങൾ ഈ ഫോൺ നമ്പറുകളിലൂടെ നൽകി എന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. അതിൽ ഈ ഫോൺ നമ്പറുകൾ ശേഖരിച്ചത്, സ്പാർക്കിൽ സോഫ്റ്റ്വെയറിലുള്ള ഫോൺ നമ്പറുകൾ സംസ്ഥാന സർക്കാർ ശേഖരിച്ച് ഇത്തരത്തിൽ ഉപയോഗിക്കുന്നത് സ്വകാര്യതാ ലംഘനമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നിലവിൽ ഹൈക്കോടതിയിൽ ഹർജി വന്നിട്ടുള്ളത്. ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയാണ്, അത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് പ്രധാനമായും ഇതിൽ പ്രതിസ്ഥാനത്ത് വരിക. അങ്ങനെയാണ് ഹൈക്കോടതിയിൽ ഹർജി വന്നിട്ടുള്ളത്. കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ പി റഷീദ് അഹമ്മദ്, അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥനായിട്ടുള്ള കെ എം അനിൽകുമാർ എന്നിവരാണ് ഹർജി നൽകിയിട്ടുള്ളത്. ഈ വ്യക്തികളുടെ സമ്മതമില്ലാതെ ഈ സ്വകാര്യ വിവരങ്ങൾ, ഫോൺ നമ്പർ അടക്കമുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് സ്വകാര്യ വിവരങ്ങളാണ്. ഈ സ്വകാര്യ വിവരങ്ങൾ ചോർത്തിയത് മൗലികാവകാശങ്ങളുടെ ലംഘനമാണ് എന്നാണ് ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അർദ്ധ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഫോണുകളിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ വന്നിരുന്നു. അത് ഈ സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള സന്ദേശങ്ങൾ മെസ്സേജുകളായും മറ്റും വരികയാണ് ചെയ്തത്. ഇത് ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ കൂടി ഭാഗമാണ് എന്നുകൂടി ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. DA വർധനവ്, ശമ്പള പരിഷ്കരണം, ഭവന വായ്പ തുടങ്ങിയ സർക്കാർ നേട്ടങ്ങൾ വിവരിക്കുന്നതായിരുന്നു ഇത്തരത്തിലുള്ള സന്ദേശം. ഈ സന്ദേശങ്ങൾ കൂടി ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വരും. എന്തായാലും ഇതിൽ ഇന്ന് ഒരുപക്ഷെ വിശദമായിട്ടുള്ള വാദം കേൾക്കുമോ എന്ന് സംശയമുണ്ട്. എങ്കിൽ കൂടിയും ഇത് മൗലികാവകാശങ്ങളുടെ ലംഘനമാണ് എന്ന് ചൂണ്ടിക്കാട്ടുന്നു. ഒപ്പം തന്നെ ഇത് ഈ ഫോൺ നമ്പറുകൾ ഇത്തരത്തിൽ ശേഖരിച്ചതിൽ, നിയമവിരുദ്ധമായി ശേഖരിച്ചതിൽ സർക്കാർ ഹൈക്കോടതിയിൽ മറുപടി പറയേണ്ടി വരും. അശ്വതി, ഒപ്പം സുപ്രീം കോടതിയിലേക്ക് പോയ ഈ നവകേരള സർവേയുമായി ബന്ധപ്പെട്ട ഹർജികളിൽ അടിയന്തരവാദം കേൾക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കാനിരിക്കുകയാണ്. വിധി അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നാണ് സർക്കാരിന്റെ ആവശ്യം. തീർച്ചയായിട്ടും ഈ നവകേരള സർവേയുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധിയുണ്ട്. ഈ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇതിൽ സർക്കാരിന്റെ ഭരണനിർവഹണ അധികാരത്തിന്മേൽ ഹൈക്കോടതി കടന്നുകയറി എന്നതാണ് സർക്കാരിന്റെ പ്രധാനമായിട്ടുള്ള വാദം. ഇത് ഹൈക്കോടതിക്ക് ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു വാദം സുപ്രീം കോടതിയിൽ ഉന്നയിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ഇത് ഗുരുതര പിഴവാണെന്നും സംസ്ഥാന സർക്കാരിന്റെ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് ഇത് ഭരണപരമായിട്ടുള്ള ഒരു തീരുമാനമാണ് ഈ സർവേ എന്ന് പറയുന്നത്. അതിൽ കോടതി വ്യവസ്ഥകൾക്ക് അതിൽ കടന്നു കയറാനായിട്ട് സാധിക്കില്ല എന്നാണ് സംസ്ഥാന സർക്കാർ ഇതിൽ പറയുന്നത്. മന്ത്രിസഭയുടെ അനുമതിയോട് കൂടിയാണ് ഇത്തരത്തിൽ സർവേ നടന്നിരിക്കുന്നത്. ഒപ്പം തന്നെ ബജറ്റിൽ വകയിരുത്തിയ പണമാണ് സർവേക്ക് ചെലവഴിച്ചിരിക്കുന്നത് എന്നും ഹൈക്കോടതി ഇടപെടൽ ഇതിൽ ഗൗരവകരമായി കാണണമെന്നുമാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഉന്നയിക്കുന്ന വാദം. എന്തായാലും ഇതിൽ ഈ ഉത്തരവ്, ഹൈക്കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടുന്നത്. ശരി, വാർത്തയുടെ വിവരങ്ങളാണ് AT അശ്വതി കൊച്ചിയിൽ നിന്നും നൽകിയത്. ഭക്തിസാന്ദ്രമാണ് ആറ്റുകാൽ പൊങ്കാല മഹോത്സവം ആരംഭിച്ചതോടെ വലിയ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. പൊങ്കാല മഹോത്സവത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും കോർപ്പറേഷൻ പൂർത്തിയാക്കിയതായി മേയർ VV രാജേഷ് പറഞ്ഞു. ജലവിതരണവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കപ്പെടുമെന്നും അദ്ദേഹം അറിയിച്ചു. ലോകത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ഉത്സവം എന്ന നിലയിൽ ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് കഴിഞ്ഞ ദിവസം തുടക്കമായതോടെ വലിയ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. മുൻ വർഷങ്ങളിലെ പോലെ തന്നെ വലിയ തിരക്കാണ് ഇത്തവണയും പ്രതീക്ഷിക്കുന്നത്. എല്ലാ തരത്തിലുമുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ക്ഷേത്രത്തിലും ക്ഷേത്ര പരിസരങ്ങളിലും ഒരുക്കിയിട്ടുണ്ട്. കുടിവെള്ളവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഉടൻ പരിഹരിക്കപ്പെടുമെന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ VV രാജേഷ് പറഞ്ഞു. ലഭ്യമായ ടാങ്കറുകളിലൊക്കെ തന്നെ കോർപ്പറേഷന് സാധിക്കുന്ന തരത്തിൽ വെള്ളം എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ക്ലീനിങ് എല്ലാ വർഷവും നടക്കുന്നത് പോലെയും കൂടുതൽ തൊഴിലാളികളെ ഹയർ ചെയ്തുകൊണ്ട് പൊങ്കാല ദിവസവും പിറ്റേ ദിവസത്തേക്കൊക്കെ ക്ലീനിങ്ങിന് വേണ്ട കാര്യങ്ങൾ ചെയ്യും. ഒരു 3000 തൊഴിലാളികളെ പൊങ്കാല ദിവസത്തേക്ക് അന്ന് രാവിലെ മുതൽ നഗരം ശുചിയായി കഴിയുന്നതുവരെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെ ഹയർ ചെയ്തിട്ടുണ്ട്. ഇന്നാണ് കുട്ടികളുടെ കുത്തിയോട്ട വ്രതാരംഭം.
വൈകുന്നേരം കലാശ്രീ ഡോക്ടർ കൃഷ്ണകുമാറും ബിന്നി കൃഷ്ണകുമാറും അവതരിപ്പിക്കുന്ന സംഗീത സദസ് ഉൾപ്പെടെയുള്ള വിവിധ കലാപരിപാടികളും നടക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നിരിക്കുകയാണ് സംസ്ഥാനം. പതിവ് പോലെ ഇത്തവണയും ഇടുക്കിയിലെ പ്രധാന തിരഞ്ഞെടുപ്പ് വിഷയം ഭൂപ്രശ്നങ്ങൾ തന്നെയാണ്. ഭൂപതിവ് ചട്ട ഭേദഗതിയിലൂടെ ഭൂവിഷയങ്ങൾക്ക് പരിഹാരമായെന്ന് ഇടതുമുന്നണി അവകാശപ്പെടുമ്പോൾ നിർമ്മാണ നിരോധനവും പട്ടയ പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് UDF ഇതിനെ പ്രതിരോധിക്കുന്നത്. പതിറ്റാണ്ടുകളായി ഇടുക്കിയിലെ തിരഞ്ഞെടുപ്പ് വിഷയമാണ് ഭൂപ്രശ്നങ്ങൾ. ഇരു മുന്നണികളും മാറി മാറി ഭരിച്ചിട്ടും മലയോര കർഷകരുടെ പ്രധാന ആവശ്യത്തിന് പരിഹാരം കാണാൻ കഴിഞ്ഞില്ല. പട്ടയഭൂമിയിലെ കാർഷികേതര ആവശ്യങ്ങൾക്കായി നിർമ്മിച്ച കെട്ടിടങ്ങൾ നിയമവിരുദ്ധമാണെന്ന കോടതി നിലപാടും കർഷകർക്ക് തിരിച്ചടിയായി. ഇതിനെ മറികടക്കാനാണ് സർക്കാർ ഭൂവിനിയോഗ ചട്ടം ഭേദഗതി ചെയ്തത്. ഇതോടെ ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിച്ചെന്നാണ് LDFന്റെ അവകാശവാദം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വളരെ കർമ്മധീരമായ എടുത്ത തീരുമാനമാണ്. അതും തന്നെയല്ല, പുതിയൊരു കാര്യം കൂടി ഉത്തരവാകും തൊട്ടടുത്ത ദിവസം മനസ്സിലാക്കാൻ കഴിയുന്നത്, ചട്ടഭേദഗതിയോടൊപ്പം പുതിയ നിർമ്മാണങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി അല്ലെങ്കിൽ പെർമിറ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമായ തീരുമാനം ഉത്തരവായി തൊട്ടു ദിവസം. ഭൂവിനിയോഗ ചട്ടത്തെ തുടർന്ന് കെട്ടിടങ്ങൾ ക്രമവൽക്കരിക്കാൻ സർക്കാർ തീരുമാനിച്ചു. എന്നാൽ ഫീസ് ഈടാക്കിയുള്ള ക്രമവൽക്കരണം സാധാരണക്കാരെ കൊള്ളയടിക്കുന്നതാണെന്ന് UDF ആരോപിക്കുന്നു. സർക്കാർ അനുമതി കൊടുത്തത് കൊണ്ടാണ് ജനം കെട്ടിടം പണിത്. അപ്പോൾ തെറ്റ് ആദ്യം ചെയ്തത് എന്ന് പറയുന്നത് സർക്കാരാണ്. സർക്കാർ ചെയ്ത തെറ്റ് തിരുത്തണം. അന്നവർ അനുമതി കൊടുത്തത് തെറ്റായി പോയി എങ്കിൽ ആ അനുമതി നിയമവിധേയമാക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. ഭൂപ്രശ്നങ്ങൾ വീണ്ടും തിരഞ്ഞെടുപ്പ് വിഷയമാകുമ്പോൾ വോട്ടർമാരും ആശയക്കുഴപ്പത്തിലാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ അവകാശവാദങ്ങൾക്കിടയിൽ മാറ്റമില്ലാതെ തുടരുന്നത് സ്വന്തം മണ്ണിന്റെ ഉടമസ്ഥാവകാശത്തിനു വേണ്ടിയുള്ള മലയോര കർഷകന്റെ കാത്തിരിപ്പാണ്. അമൃത ന്യൂസ്, ഇടുക്കി. അടൂർ മണ്ഡലത്തിന്റെ വികസന ഭൂപടത്തിൽ പുതിയ ചരിത്രം എഴുതുകയാണ് കിഫ്ബി പദ്ധതികൾ. ഏകദേശം 1500 കോടി രൂപയുടെ ബൃഹത്തായ പദ്ധതികളാണ് കിഫ്ബി വഴി മണ്ഡലത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ആരോഗ്യരംഗം മുതൽ അടിസ്ഥാന സൗകര്യ വികസനം വരെ നീളുന്ന ഈ മാറ്റങ്ങൾ മണ്ഡലത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കുകയാണ്. പൊതുസൗകര്യങ്ങൾ ആധുനികവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ കിഫ്ബി മുഖേന 1500 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് അടൂർ മണ്ഡലത്തിൽ പുരോഗമിക്കുന്നത്. പൊതുജനങ്ങളുടെ ഏറെക്കാലത്തെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ടാണ് അടൂർ ജനറൽ ആശുപത്രിയുടെ പുതിയ മന്ദിരവും സ്ഥലപരിമിതിയിൽ വീർപ്പുമുട്ടിയിരുന്ന അടൂർ കോടതിക്കായി പുതിയ സമുച്ചയവും സജ്ജമാകുന്നത്. ഇതിനു പുറമെ അടൂർ ഫയർ സ്റ്റേഷനും പുതിയ ആധുനിക കെട്ടിടത്തിലേക്ക് മാറുകയാണ്. കഴിഞ്ഞ 10 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. കിഫ്ബിയിലൂടെ മാത്രം ഏകദേശം 96,000 കോടി രൂപയുടെ പദ്ധതികളാണ് സംസ്ഥാനത്തൊട്ടാകെ നടപ്പാക്കിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായി അടൂർ അസംബ്ലി മണ്ഡലത്തിലും നിരവധി പദ്ധതികളാണ് ഈ 10 വർഷമായി നടപ്പാക്കിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനം അടൂരെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ, ജനറൽ ഹോസ്പിറ്റൽ 15 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് പുതിയ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഫെബ്രുവരി മാസം അവസാനത്തോടെ അത് പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചു. അടൂരെ ഫയർ സ്റ്റേഷൻ പൂർത്തീകരിച്ചു കഴിഞ്ഞു. കോടതി സമുച്ചയം 1ാം ഘട്ടം പൂർത്തീകരിച്ചു. ഇപ്പോൾ 2ാം ഘട്ടം ഈ മാസം അവസാനത്തോട് പൂർത്തീകരിക്കും. അതുകൂടാതെ പള്ളിക്കൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, കൊടുമൺ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, ഇവ രണ്ടും നിർമ്മാണം ഇപ്പോൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു. കൂടാതെ കൊടുമൺ ഇന്റർനാഷണൽ സ്റ്റേഡിയം, നമുക്ക് 2 സ്റ്റേഡിയങ്ങളാണ് അടൂരിൽ അനുവദിച്ചത്. ഒന്ന് കൊടുമൺ ഇന്റർനാഷണൽ സ്റ്റേഡിയവും അടൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയവും. കൊടുമൺ സ്റ്റേഡിയം പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചു കഴിഞ്ഞു. അടൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിന് പണം അനുവദിച്ചു. സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ, സ്ഥലം ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് അത് നിർമ്മാണം വൈകിയത്. ഇപ്പോൾ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് നിർമ്മാണം ആരംഭിക്കാൻ പോകും. നഗര ഗ്രാമീണ വ്യത്യാസമില്ലാതെ മണ്ഡലത്തിലെ പ്രമുഖ വിദ്യാലയങ്ങളെല്ലാം പുതിയ കെട്ടിടങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞു. തൃച്ചേന്ദമംഗലം, തോട്ടക്കോണം, കിഴക്കുപുറം, അടൂർ ബോയ്സ് തുടങ്ങിയ ഹയർ സെക്കൻഡറി സ്കൂളുകളെല്ലാം അവയിൽ ചിലതു മാത്രം. പ്രധാനമായി കിഫ്ബി പദ്ധതികൾ എന്ന് പറഞ്ഞാൽ ആശുപത്രി, അതുപോലെ സ്കൂളുകൾ, മറ്റ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ അടക്കമുള്ള മേഖലകളിലാണ് കിഫ്ബിക്ക് പണം ഈ മണ്ഡലത്തിൽ കൂടുതലായി ചെലവഴിച്ചത്. അതുപോലെ തന്നെ ശ്മശാനത്തിന് വേണ്ടി പണം ചെലവഴിച്ചിട്ടുണ്ട്, സ്റ്റേഡിയത്തിന് വേണ്ടി ചെലവഴിച്ചു, മാർക്കറ്റുകളുടെ നവീകരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് പണം ചെലവഴിച്ചിട്ടുണ്ട്. ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കിഫ്ബി ഫണ്ട് ലഭിച്ച
സ്ഥലമാണ് അടൂർ. ഇപ്പോൾ തോട്ടക്കുളം ഹൈസ്കൂള്, അടൂർ ഗവൺമെൻറ് ഹൈസ്കൂള്, തെങ്ങമ ഹൈസ്കൂള്, പള്ളിക്കൽ തൃച്ചേന്ദമംഗലം ഹൈസ്കൂള്, കിഴക്കുപുറം ഹൈസ്കൂള്, അതുപോലെ ഏഴംകുളം LP സ്കൂളുകൾ, അടൂരിലെ ഇരട്ടപ്പാലം, അടൂർ നഗരസഭയിലെ ശ്മശാനം, സ്റ്റേഡിയം, കൊടുമണ്ണ് സ്റ്റേഡിയം, അന്താരാഷ്ട്ര സ്റ്റേഡിയം അടക്കമുള്ള മേഖലകളിലേക്ക് കിഫ്ബിയുടെ ധാരാളം ഫണ്ടാണ് കിട്ടിയത്. കൊടുമൺ സ്റ്റേഡിയത്തിന് മാത്രമായി 20 കോടി രൂപയോളം കിട്ടി. അടൂർ സ്റ്റേഡിയത്തിന് 13.5 കോടി രൂപ കിട്ടി. ഇപ്പം മാർക്കറ്റുകളുടെ നവീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറക്കോട് അനന്തരാമപുരം മാർക്കറ്റിന് 18.76 കോടി രൂപ, അടൂർ ശ്രീമൂലം മാർക്കറ്റിന് 2.5 കോടി രൂപ, അടൂർ ഗവൺമെൻറ് ആശുപത്രിയിൽ 2 ഘട്ടങ്ങളായി ഇപ്പം പണി പൂർത്തീകരിച്ച കെട്ടിടത്തിന് 14 കോടി രൂപ, അതിനു മുൻപ് ട്രോമാ കെയർ യൂണിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് 10 കോടി രൂപ, 10 കോടി രൂപ അടൂരിലെ കോടതി സമുച്ചയവുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടം എന്നുള്ള 10 കോടി രൂപ, വീണ്ടും 6 കോടി രൂപ കൊണ്ട് 16 കോടി രൂപ. അപ്പോൾ സമസ്ത മേഖലയിലും ഫണ്ട് കിട്ടിയത് കിഫ്ബി എന്നാണ്. കിഫ്ബി എന്നൊരു ധനകാര്യ ഏജൻസിയും സംവിധാനവുമാണ് കേരളത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കാൻ കഴിഞ്ഞത്. അതുതന്നെയാണ് അടൂരിൻ്റെ വികസനത്തിന് ഒരു നാഴികക്കല്ലായി മാറിയിരിക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റമാണ് കിഫ്ബി പദ്ധതിയിലൂടെ അടൂർ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത്. അടൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ കിഫ്ബിയിൽ നിന്ന് 5 കോടി രൂപയും MLA ആസ്തി വികസന ഫണ്ട് 8 കോടി രൂപയും ചെലവഴിച്ചുകൊണ്ട് അതിമനോഹരമായിട്ടുള്ള ഒരു വലിയ കെട്ടിടം അത് നിർമ്മാണം പൂർത്തീകരിച്ച് സമ്പൂർണ്ണമായി അത് ഹൈടെക് ആക്കി മാറ്റിയിരിക്കുന്നു. അടൂർ ഗേൾസ് ഹൈസ്കൂൾ, അടൂർ തൃച്ചേന്ദമംഗലം ഹയർ സെക്കൻഡറി സ്കൂൾ, പന്തളം തോട്ടക്കോണം സ്കൂൾ, കിഴക്കുപുറം ഹൈസ്കൂൾ, ഇവ 3 കിഫ്ബി പദ്ധതിയിലൂടെയാണ് പുതിയ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. അടൂരെ ശ്രീമൂലം മാർക്കറ്റ് അത് കിഫ്ബി പദ്ധതിയിലൂടെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു. അടൂര് നഗരസഭയിൽ നമുക്കറിയാം, ആളുകൾ മരണപ്പെട്ടാൽ അവരെ സംസ്കരിക്കുന്ന സ്ഥലമില്ലാത്ത വലിയ പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ആധുനിക രീതിയിലുള്ള ശ്മശാനം കിഫ്ബി പദ്ധതിയിലൂടെ ഇപ്പോൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കും. അടൂരെ ഫയർ സ്റ്റേഷൻ നിർമ്മാണം പൂർത്തീകരിച്ചു. അടൂർ പറക്കോട് അനന്തരാമപുരം മാർക്കറ്റിൽ ഇപ്പോൾ പണം കിഫ്ബി അനുവദിക്കാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു. അതുപോലെ തന്നെ കിഫ്ബിയിലൂടെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകൾ, പ്രത്യേകിച്ച് ആനയടി കൂടൽ റോഡ് 110 കോടി രൂപയും, ഏഴംകുളം കൈപ്പട്ട് റോഡ് 64 കോടി രൂപയും ചെലവഴിച്ചുകൊണ്ട് അത് നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കായിക വിദ്യാഭ്യാസത്തിനും വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കൊടുമൺ EMS സ്റ്റേഡിയത്തിലൂടെ കായിക പ്രേമികളുടെ സ്വപ്നമാണ് യാഥാർത്ഥ്യമാക്കിയത്. ഇതിനു പുറമെ അടൂർ സ്റ്റേഡിയത്തിനായുള്ള ടെൻഡർ നടപടികളും പൂർത്തിയായി. നിരവധി പദ്ധതികളാണ് കിഫ്ബിയിലൂടെ ഇപ്പോൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും പശ്ചാത്തല വികസനം, മാർക്കറ്റ്, സ്റ്റേഡിയം അടക്കം വലിയ മാറ്റമാണ് അടൂർ നിയോജക മണ്ഡലത്തിൽ കിഫ്ബി പദ്ധതിയുമായി മാത്രമായിട്ട് നടപ്പാക്കിയിട്ടുള്ളത്. ഇതുകൂടാതെ ബജറ്റ് ഫണ്ടും MLA ആസ്തി വികസന ഫണ്ടും MLA സ്പെഷ്യൽ ഫണ്ട് ഉപയോഗിച്ച് ഈ മണ്ഡലത്തിലൊട്ടാകെ നിരവധി പദ്ധതികൾ നടപ്പാക്കി എല്ലാ പഞ്ചായത്തിലും, ഏകദേശം 7 പഞ്ചായത്തും 2 നഗരസഭയാണ് നമ്മുടെ വിസ്തൃതി. ഇവ എല്ലാ പ്രദേശത്തും അതിന് അനുരോധമായിട്ടുള്ള വികസനം നടപ്പാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനായി ആനയടി കൂടൽ റോഡ്, ഏഴംകുളം കൈപ്പട്ടൂർ റോഡ് എന്നിവയുടെ നവീകരണവും അടൂർ നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുന്ന ഇരട്ടപ്പാലവും കിഫ്ബി വിഭാവനം ചെയ്ത വികസന നേട്ടങ്ങളാണ്. കിഫ്ബി ഇല്ലെങ്കിൽ കൊടുമൺ സ്റ്റേഡിയം ഇല്ല. അതുപോലെ എത്രയോ റോഡുകൾ. അങ്ങനെയാണ് മൊത്തത്തിൽ 1500 കോടിയിലധികം രൂപയുടെ പദ്ധതി കിഫ്ബിയിലൂടെ അടൂർ അസംബ്ലി മണ്ഡലത്തിൽ നടപ്പിലാക്കുന്നത്. എത്രയോ സ്കൂളുകൾ ഹൈടെക് ആക്കി. അതുപോലെ അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് അടൂർ ബോയ്സ് ഹൈസ്കൂള്, അത് പെരിങ്ങനാട് ഹൈസ്കൂള്, അതുപോലെ റോഡുകൾ, മറ്റ് സ്റ്റേഡിയങ്ങൾ, അങ്ങനെ തുടങ്ങി ഒട്ടേറെ നിരവധി പ്രവർത്തനങ്ങളാണ് കിഫ്ബി പദ്ധതിയിൽ കൂടി അടൂർ അസംബ്ലി മണ്ഡലത്തിൽ യാഥാർത്ഥ്യമായിട്ടുള്ളത്. കിഫ്ബി പദ്ധതിയിലൂടെയാണ് അടൂരെ ഇരട്ടപ്പാലം. നമുക്കറിയാം, അടൂർ നഗരം വളരെ വാഹനങ്ങളുടെ പെരുപ്പം മൂലം വലിയ ബുദ്ധിമുട്ടാണ് ആളുകൾക്ക് സഞ്ചരിക്കാനും റോഡ് ക്രോസ് ചെയ്യാനും. അവിടെ ഇപ്പോൾ ഇരട്ടപ്പാലം നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ അടൂരും പന്തളത്തും 2 ഫ്ലൈ ഓവർ റോഡ് ക്രോസ് ചെയ്ത് ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കാനായിട്ടും തീരുമാനമെടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല ഒരു മാറ്റമാണ് അടൂർ അസംബ്ലി മണ്ഡലത്തിൽ കിഫ്ബിയിലൂടെ ഇപ്പോൾ നടപ്പാക്കി വരുന്നത്. ഏതാണ്ട് കിഫ്ബിയിൽ നിന്ന് മാത്രം എനിക്ക് തോന്നുന്ന ഒരു 1500 കോടി രൂപയുടെ പദ്ധതി ഇതിൽ നിന്ന് മാത്രമായിട്ട് വിവിധ പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട്. ഇത് കൂടാതെ
വിവിധ ബജറ്റും MLA ആസ്തി വികസന ഫണ്ടും അടക്കം വലിയൊരു മുന്നേറ്റം തന്നെ ഈ മണ്ഡലത്തിൽ നടത്തിയിട്ടുണ്ട് എന്ന് ഞാൻ ഇത്തരണത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. വരും തലമുറയ്ക്കായുള്ള മികച്ചൊരു നിക്ഷേപമാണ് ഈ പദ്ധതികൾ. ആധുനിക സ്കൂളുകളും സ്റ്റേഡിയങ്ങളും മികച്ച ആശുപത്രികളും യാഥാർത്ഥ്യമാക്കുമ്പോൾ അത് അടൂരിലെ ഓരോ സാധാരണക്കാരൻ്റെയും സ്വപ്ന സാക്ഷാത്കാരം കൂടിയാണ്. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുന്നു. ശ്രീ കെ ദിലീപ്, ഇന്നത്തെ വ്യാപാരം എങ്ങനെയായിരിക്കും ആരംഭിക്കുക? ഇന്ന് നഷ്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. ആഗോള വിപണികളിൽ നഷ്ടമായിരുന്നു. ഇന്നലെ US നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്വാധീനം ഇന്ന് നമ്മുടെ വിപണിയിലുണ്ടാവും. പ്രത്യേകിച്ചും IT മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന സമ്മർദ്ദം ഉണ്ടാകുന്നത്. ഇന്നലെയും IT ഓഹരികളിൽ ഏതാണ്ട് 1% നഷ്ടമുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായി IT മേഖലയിൽ വിൽപ്പന സമ്മർദ്ദം തുടരുക തന്നെയാണ്. ഇന്നലെ നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചിരുന്നെങ്കിലും രണ്ടാം നിര ചെറുകിട ഓഹരികളിൽ വിൽപ്പന സമ്മർദ്ദം തുടരുകയും ചെയ്തു. ഒരു പ്രധാനപ്പെട്ട കാര്യം, വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഇന്നലെ വിപണിയിലറ്റ നിക്ഷേപത്തിലായിരുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് 3500 കോടി രൂപയുടെ നിക്ഷേപമാണ് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഇന്നലെ നടത്തിയത്. വരും ദിവസങ്ങളിലും അവരുടെ നിലപാടുകൾ വിപണിയിൽ നിർണായകം തന്നെയായിരിക്കും. 25,800 എന്ന നിലവാരം തന്നെയായിരിക്കും മുൻനിര സൂചികയായി നിഫ്റ്റിക്ക് പ്രധാനം. ആ ഒരു നിലവാരം മറികടന്ന് വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ഇനി വിപണി തുടർച്ചയായി നിക്ഷേപ താല്പര്യം ഉണ്ടാവൂ എന്ന് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. IT മേഖലയിലെ ഒരു താല്പര്യവും പ്രധാനം തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ നിക്ഷേപ താല്പര്യത്തിൽ വിപണിയിലുണ്ടായിട്ടുള്ള അനുകൂലമായ നീക്കത്തിന് പ്രധാനപ്പെട്ട ഒരു കാരണം ബാങ്കിങ് മേഖലയിൽ ഉണ്ടായിട്ടുള്ള നിക്ഷേപ താല്പര്യം മാത്രമാണ്. പൊതുമേഖലാ ബാങ്കുകളിലും ഇന്നലെ പ്രത്യേകിച്ച് ICICI, HDFC തുടങ്ങിയ ബാങ്കുകളിൽ ഉണ്ടായിട്ടുള്ള ഒരു നിക്ഷേപ താല്പര്യമാണ് വിപണി മുന്നോട്ട് നയിക്കുന്നതിൽ പ്രേരകമായി പ്രവർത്തിച്ചത്. IT മേഖലയിൽ തുടർന്ന വിൽപ്പന സമ്മർദ്ദം വിപണിയെ താഴോട്ട് നയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുമുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും IT മേഖലയിൽ ഉള്ള സമ്മർദ്ദം വിപണിയെ സ്വാധീനിച്ചേക്കും. സാങ്കേതികമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ച് 25,800 എന്നുള്ള നിഫ്റ്റിയുടെ നിലവാരം തന്നെയായിരിക്കും പ്രധാനം. ഇന്നെന്തായാലും നഷ്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. ഇന്നത്തെ വിപണി എങ്ങനെയാണ് ആരംഭിക്കുന്നത് എന്ന വിശദീകരണമാണ് കെ ദിലീപ് അമൃത ന്യൂസിനോട് പങ്കുവച്ചത്. മറ്റു വാർത്തകൾ നോക്കാം. മലയാളിയുടെ ഭാവനയ്ക്കും സാഹിത്യത്തിനും കുളിരേകിയ പുഴയാണ് നിള. ചരിത്രവും ഐതിഹ്യവും ഇഴചേരുന്ന നിള സംസ്കൃതിയെ ഇനി ഒരു കുടക്കീഴിൽ കാണാം. ഭാരതപ്പുഴയോരത്തിൻ്റെ കഥയും കവിതയും ജീവിതവും പറയുന്ന നിള സംഗ്രഹാലയം പൊന്നാനിയിൽ ഒരുങ്ങിക്കഴിഞ്ഞു. ഞാനിപ്പോൾ നിൽക്കുന്നത് കലാമണ്ഡലത്തിന് മുന്നിലല്ല, പൊന്നാനിയിലെ നിള സംഗ്രഹാലയത്തിലാണ്. ഇവിടെ ഭാരതപ്പുഴയുടെ ജീവിതവും ഒപ്പം അതിൻ്റെ സംസ്കാരവും പുനരാവിഷ്കരിക്കുകയാണ്. ഭാരതപ്പുഴയുടെ മണൽപ്പരപ്പിലെ ചൂടും കാറ്റും ഏറ്റുവാങ്ങി വളർന്ന തലമുറകളുടെ ഓർമ്മയെ തൊട്ടുണർത്തുന്നതാണ് പൊന്നാനിയിലെ നിള സംഗ്രഹാലയം. വെറുമൊരു മ്യൂസിയമല്ല ഇത്. നിളയുടെ തീരത്തെ മനുഷ്യരുടെ വിയർപ്പും വിശ്വാസവും കലയും സംസ്കാരവുമെല്ലാം കോർത്തിണക്കിയ കഥകളുടെ കൂടാരമാണിത്. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലൂടെ ഒഴുകുന്ന പുഴയുടെ ഓരോ കയവും ചുഴിയും ചരിത്രവഴികളും ഇവിടെ ഡിജിറ്റൽ സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ സന്ദർശകരുടെ മുന്നിലെത്തും. കലാമണ്ഡലം മുതൽ പൊന്നാനി ഹാർബർ വരെ നീണ്ടുകിടക്കുന്ന ചരിത്രവും ഐതിഹ്യവും സാഹിത്യവുമെല്ലാം സ്പർശം, ശബ്ദം, ഓർമ്മ എന്നിവയിലൂടെ സന്ദർശകർക്ക് പ്രത്യേക മൊബൈൽ ആപ്പിന്റെ സഹായത്തോടെ അനുഭവിക്കാനാകും. നിള എന്നുള്ള നദി പുനർജനി തൊട്ടിട്ട് അറബിക്കടൽ വരെ ഒഴുകിയെത്തുന്നതിൻ്റെ ഒരു പരിച്ഛേദം, അതിനെ എത്രത്തോളം റിയലിസ്റ്റിക് ആയിട്ടും എത്രത്തോളം ഒരു നെറേറ്റീവ് രൂപത്തിൽ സാധാരണക്കാരന് മനസ്സിലാവുന്ന ആഖ്യായത്തിൽ ഇവിടെ പരിചയപ്പെടുത്താണ്. കാഴ്ചാ പരിമിതിയുള്ളവർക്കും മൊബൈൽ ആപ്പിന്റെ സഹായത്തോടെ നയനേത്ര കാഴ്ചകളിലൂടെ നിളയുടെ ജീവിതത്തെ അറിയാൻ സാധിക്കും. ഇതൊരു മ്യൂസിയം ഓഫ് നെറേറ്റീവാണ്. കഥ പറയുന്ന രൂപത്തിൽ ആഖ്യായങ്ങൾ പറയുന്ന വസ്തുക്കളെ കുറെ പ്രദർശിപ്പിക്കുന്നതിന് പകരം പിന്നെ ഇതിൻ്റെ യുണീക്നെസ് ആയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടുള്ളത് ഇതൊരു ബ്ലൈൻഡ് ഫ്രണ്ട്ലി, അപ്പോൾ അവർക്ക് സൗഹൃദകരമായിട്ടുള്ള ഡെക്സിലിറ്റി ടൂൾസും മറ്റൊരർത്ഥത്തിൽ അന്ധൻ ആനയെ ഇവിടെ വന്നാൽ കാണാൻ പറ്റും. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. പി ശ്രീരാമകൃഷ്ണൻ സ്പീക്കറായിരിക്കുന്ന സമയത്താണ് MT വാസുദേവൻ നായരുടെ താല്പര്യത്തിൽ മ്യൂസിയത്തിന് തുടക്കം കുറിക്കുന്നത്. 11 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച മ്യൂസിയം പൂർണ്ണസജ്ജമാകാൻ കൂടുതൽ ഫണ്ട് ആവശ്യമായി വരും. കേരളത്തിൻ്റെ സംസ്കാരത്തെ സമ്പന്നമാക്കി നിറഞ്ഞൊഴുകിയ ഭാരതപ്പുഴയുടെ സംസ്കാരവും ജീവിതവുമാണ് ഇവിടെ പുനരാവിഷ്കരിക്കുന്നത്. പൊന്നാനിക്കളരിയിലെ മഹാരഥന്മാർ ഉൾപ്പെടെ ഇവിടെ പുനർജനിക്കുമ്പോൾ പുതുതലമുറയ്ക്ക് അറിവിൻ്റെ അക്ഷയഖനിയാണ് സമ്മാനിക്കുന്നത്. TK അരവിന്ദൻ, അമൃത ന്യൂസ്, മലപ്പുറം. ഈ മണിക്കൂറിൽ പുറത്തു വന്ന ഒരു വാർത്തയിലേക്കാണ് ഇനി. കൊച്ചി വൈറ്റിലയിൽ യുവതി മരിച്ച നിലയിൽ വൈറ്റില റെയിൽവേ ട്രാക്കിലാണ് മൃതദേഹം കണ്ടത്. കൊലപാതകമാണെന്നാണ്
സംശയം. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും AT അശ്വതി ചേരുന്നുണ്ട്. അശ്വതി, ആരാണ് മരിച്ചത് എന്നുള്ള സൂചന എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? പോലീസ് എന്താണ് പറയുന്നത്? ഒപ്പം കൊലപാതകമാണെന്ന സംശയമാണല്ലോ ഉയരുന്നത്. തീർച്ചയായിട്ടും ഇതൊരു കൊലപാതകമാണോ എന്നൊരു സംശയമാണുള്ളത്. കാരണം ഈ ട്രാക്കിനോട് ചേർന്നാണ് ട്രാക്കിനോട് ചേർന്നാണ് ഈ ബോഡി കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊരു സ്ഥലത്ത് നിന്ന് ഇവിടേക്ക് ബോഡി കൊണ്ടിട്ടതാണോ എന്നതാണ് പ്രധാനമായും സംശയിക്കുന്നത്. മാത്രമല്ല, യുവതിയുടെ ചില പേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ ഇതിന്റെ സമീപത്തു നിന്നും ലഭ്യമായിട്ടുണ്ട്. ഇവിടെ പോലീസും മറ്റ് ആളുകളും ഇതിന്റെ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ അവസാനിപ്പിച്ചതിന് ശേഷമായിരിക്കും കൂടുതൽ വിവരങ്ങൾ ഒരുപക്ഷെ നമ്മളോട് പറയുക. എന്തായാലും ഈ വിഷയത്തിൽ വലിയ ഒരു ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. എവിടെ നിന്നാണ് ഈ യുവതി, ആരാണ്, ഏത് തരത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടായത് എന്നതാണ് ഇപ്പോൾ എല്ലാവരും സംശയിക്കുന്നത്. ഒരു കൊലപാതകമാണ് എന്നതാണ് പ്രാഥമികമായിട്ട് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഇവിടെ പോലീസും മറ്റു ആളുകളും ഒക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇൻക്വസ്റ്റ് നടപടികൾ വേണം. അത് മാത്രമല്ല, പ്രാഥമികമായ ശാസ്ത്രീയ പരിശോധനകൾ വേണം. അതിനുശേഷമായിരിക്കും, അതായത് ഫിംഗർ പ്രിന്റ് അടക്കമുള്ള കാര്യങ്ങൾ പ്രാഥമികമായി വേണം. അതിനുശേഷമായിരിക്കും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. അശ്വതി, എന്തായാലും ദുരൂഹത നിലനിൽക്കുന്നു എന്ന് അശ്വതി തന്നെ പറയുന്നുണ്ട്. ഇവരുടെ പേഴ്സൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഐഡന്റിറ്റി കാർഡോ അല്ലെങ്കിൽ ഇവരെ തിരിച്ചറിയുന്ന എന്തെങ്കിലും രേഖകൾ അതിലുണ്ടോ? അത്തരത്തിൽ എന്തെങ്കിലും സൂചന പോലീസുകാർ നൽകുന്നുണ്ടോ? അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് പോലീസ്. അത് സംബന്ധിച്ചിട്ടുള്ള ഒരു വിശദീകരണം അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വിശദീകരണം തരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇപ്പോഴും ബോഡി ഇവിടെ തന്നെ കിടക്കുകയാണ്. ശരി. കൊച്ചി വൈറ്റിലയിൽ യുവതി മരിച്ച നിലയിൽ വൈറ്റില റെയിൽവേ ട്രാക്കിലാണ് മൃതദേഹം കണ്ടത്. കൊലപാതകമാണെന്നാണ് സംശയം. വിവരങ്ങളാണ് AT അശ്വതി കൊച്ചിയിൽ നിന്നും നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിന് മുൻപിൽ BJP ഇന്ന് അയ്യപ്പ ജ്യോതി തെളിയിക്കും. ശബരിമല യുവതി പ്രവേശനത്തിലെ സർക്കാർ നിലപാടിൽ വ്യക്തത തേടിയാണ് പ്രതിഷേധം. സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയിട്ടുള്ള മുൻ സത്യവാങ്മൂലം പിൻവലിച്ച് ആചാര സംരക്ഷണത്തിനും ഭക്തർക്ക് അനുകൂലമായ വിധിയിൽ പുതിയ സത്യവാങ്മൂലം സമർപ്പിക്കാൻ തയ്യാറാകണമെന്നുമാണ് BJP ആവശ്യപ്പെടുന്നത്. വൈകിട്ട് 5-ന് അയ്യപ്പ ജ്യോതി തെളിയിക്കാൻ ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തരും BJP പ്രവർത്തകരും പങ്കെടുക്കുമെന്ന് നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. ശബരിമലയുടെ കവാടമായിട്ടുള്ള ചെങ്ങന്നൂരിൽ ഇന്ന് അയ്യപ്പ സംരക്ഷണ സംഗമം സംഘടിപ്പിക്കും. വരും ദിവസങ്ങളിൽ 23,000-ൽ പരം ബൂത്തുകളിലും അയ്യപ്പ ജ്യോതി തെളിയിക്കുന്നതുൾപ്പെടെ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് BJPയുടെ തീരുമാനം. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുകളും ഉൾപ്പെടുന്ന ദേശീയ റൗണ്ട് ടേബിൾ സമ്മേളനം ഇന്ന് ഡൽഹിയിൽ ചേരും. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ അധ്യക്ഷത വഹിക്കും. എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർമാരും റൗണ്ട് ടേബിൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. 27 വർഷങ്ങൾക്ക് ശേഷമാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുകളെ കൂടി ഉൾപ്പെടുത്തിയുള്ള സമ്മേളനം നടത്തുന്നത്. EVMകൾ, വോട്ടർ പട്ടികകൾ, മറ്റ് സാങ്കേതിക സൗകര്യങ്ങൾ ഇവ പരസ്പരം പങ്കുവെക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. ഭാരതത്തിന്റെ നിലനിൽപ്പ് സനാതനധർമ്മത്തിൽ അധിഷ്ഠിതമാണെന്നും ഹിന്ദുക്കൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കുന്ന ശക്തികളെ തിരിച്ചറിഞ്ഞു മുന്നേറണമെന്നും കായംകുളം പന്തിരുകുലം ധർമാശ്രമം ആചാര്യൻ സ്വാമി ശിവാനന്ദ സരസ്വതി മഹാരാജ് പത്തനംതിട്ട മലയാളപ്പുഴയിൽ നടന്ന ഹിന്ദു ഏകതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹിന്ദു ഐക്യത്തിന്റെ വലിയ ഉദാഹരണമായി പറയിപ്പറ്റ പന്തിരുകുലം ചരിത്രത്തിൽ നിലകൊള്ളുന്നുണ്ടെന്നും നാം ഒന്നായി നിന്നാൽ മാത്രമേ രാഷ്ട്രം കൂടുതൽ കരുത്താർജിക്കൂവെന്ന ബോധം ഓരോരുത്തരിലും ഉണ്ടാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. KP ഹരിദാസ്, D അശ്വിനികുമാർ, KP അനിൽ, KK സുനിൽകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പ്രസംഗിച്ചു. വിവിധ സമുദായ സംഘടനകളെ പ്രതിനിധീകരിച്ച് ഒട്ടേറെ പ്രമുഖർ സമ്മേളനത്തിൽ ആശംസകൾ നേർന്നു. സാഹോദര്യമാണ്, ഐക്യമാണ്, പരസ്പര ബഹുമാനമാണ്. ഈ കാര്യങ്ങൾ നമ്മൾ മുൻനിർത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ഈ ഹിന്ദുക്കളുടെ ഇടയിൽ ഐക്യവും സമാധാനവും എല്ലാം ഒരുപോലെ കഴിയും. ഇവിടെ സ്നേഹവും സാഹോദര്യവും സഹോദരത്വവും സമാധാനവും ഐശ്വര്യവും അനുഗ്രഹവും ജീവിത വിജയവും ആത്മസാക്ഷാത്കാരവുമാണ് നമ്മുടെ പൂർവ്വസൂരികൾ ഋഷീശ്വരന്മാർ നമുക്ക് കാഴ്ചവെച്ച് നമുക്ക് മുന്നേ നമുക്ക് വ്യക്തമായി എഴുതി തന്നിട്ടുള്ളത്. പക്ഷേ നമ്മളുടെ ഇടയിൽ സംഭവിച്ചതെന്താണ്? നമ്മളുടെ ഇടയിൽ നമ്മുടെ ഓരോ വ്യക്തിയും ഈ സമ്മേളനം
വിദേശ പഠനം സ്വപ്നം കാണുന്ന വിദ്യാർത്ഥികൾക്ക് മെച്ചപ്പെട്ട കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ മാർഗനിർദ്ദേശങ്ങളുമായി സ്റ്റഡി അബ്രോഡ് എക്സ്പോ നടന്നു. ഹാർവസ്റ്റ് സ്റ്റഡീസ് എബ്രോഡും അമൃത ടിവിയും ചേർന്ന് സംഘടിപ്പിച്ച എക്സ്പോയിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. UK, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, യൂറോപ്പ് ഉൾപ്പെടെ 60-ൽ പരം രാജ്യങ്ങളിലെ 10,000-ലധികം പ്രമുഖ സർവകലാശാലകളിൽ നിന്നും മെച്ചപ്പെട്ട കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളാണ് സ്റ്റഡി അബ്രോഡ് എക്സ്പോ നൽകിയത്. കൊച്ചി വൈറ്റ്ലയിലെ അമൃത ടെലിവിഷൻ സ്റ്റുഡിയോ കോംപ്ലക്സിൽ നടന്ന പരിപാടിയിൽ RJയും എഴുത്തുകാരനുമായ ജോസഫ് അന്നംകുട്ടി ജോസ് മുഖ്യാതിഥിയായി. നിങ്ങൾ സ്വപ്നം കാണണം, പൈസ പഠിച്ച് പുറത്തു പോയി പൈസ ഉണ്ടാക്കണം. വൈ? ടു ഹെൽപ്പ് ഹ്യൂമൻ ബീയിങ്സ്, ടു ഹെൽപ്പ്, ടു സപ്പോർട്ട് പീപ്പിൾ. ഒരാൾ മുന്നിൽ കൈ നീട്ടാറിയത് നിങ്ങളിങ്ങനെ എടപ്പള്ളി സിഗ്നലിൽ വണ്ടി നിർത്തിയിടുമ്പോൾ ഡോറിലധികം ഒട്ടും ഒരു ബക്കറ്റ് ഉണ്ടോ, ബക്കറ്റിൽ ഷിജുവിന് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ദയവായി സംഭാവന ചെയ്യുക. നിങ്ങൾ പേഴ്സ് എടുക്കുന്നു, എടുത്തത് കിട്ടിയത് 500 നോട്ടാണ്, 10 നോട്ട് 20 നോട്ടും ഉണ്ട്. 500 നോട്ട് ഒരു കുറ്റബോധമില്ലാണ്ട് ശരിയാട്ടാ. ഇങ്ങനെ ഇടാൻ പറ്റണമെങ്കിൽ കയ്യിൽ പൈസ ഉണ്ടാവണം. ഒന്നുകൂടി ആലോചിക്കണം, ഞാൻ എന്തിനാ പോണത്? അപ്പനമ്മ എവിടെയുണ്ട്? അപ്പന് പെട്ടെന്നൊരു ആവശ്യം വന്ന് ആശുപത്രി കൊണ്ടുപോകും. അമ്മയുടെ ഒപ്പം ആരും ഹോസ്പിറ്റലിന് മുമ്പിൽ ഇങ്ങനെ ഇരിക്കും. നിങ്ങളുടെ ഡ്രീമാണ് വിദേശത്ത് പോയി പഠിക്കുന്നത്, നിങ്ങൾ പോകണം തന്നെ ഞാൻ പറയാം. പക്ഷെ അത് നിങ്ങളുടെ മറ്റുള്ളവർ പോണ കണ്ട് നിങ്ങൾ പോകരുത്. അവിടെ പോയി കഴിഞ്ഞാൽ സൈമൾട്ടേനിയസ്ലി പണിയെടുത്ത് പൈസ ഉണ്ടാക്കിയാൽ നിസ്സാര ദിവസം കൊണ്ട് iPhone 70 Pro Max അടിക്കാൻ നിങ്ങൾ പോകരുത്. ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് യുവർ ഡ്രീംസ്. ഹാർവസ്റ്റ് സ്റ്റഡീസ് എബ്രോഡും അമൃത ടിവിയും അവതരിപ്പിക്കുന്ന എക്സ്പോയിൽ ഹാർവസ്റ്റ് എബ്രോഡ് സ്റ്റഡീസ് പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ അവിനാശ് ചാക്കോ കോശി സംസാരിച്ചു. പൈസ ഇല്ലാത്തടത്ത് കഥ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. സാമ്പത്തികം ഇല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് കൈ നീട്ടേണ്ടി വരും. പക്ഷെ അത് നല്ല രീതിയിൽ ഉണ്ടാക്കണം. ഒരു മനുഷ്യനെ ദ്രോഹിച്ചോ അല്ലെങ്കിൽ ചതിച്ചോ വഞ്ചിച്ചോ അങ്ങനെ ഉണ്ടാക്കുന്നതിന് പകരം നല്ല രീതിയിൽ ഉണ്ടാക്കുന്ന പൈസ കയ്യിൽ നിലനിൽക്കും, അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുകയും ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സ്പോട്ട് അഡ്മിഷൻ അവസരങ്ങൾ, സ്കോളർഷിപ്പ്, വിസ ഡോക്യുമെന്റേഷൻ സഹായം, വിദ്യാഭ്യാസ വായ്പ തുടങ്ങിയ വിദേശ പഠനവുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും വിദഗ്ധ മാർഗനിർദ്ദേശങ്ങൾ എക്സ്പോയിലൂടെ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചു. അമൃത ന്യൂസ്, കൊച്ചി. ഇറാൻ അമേരിക്ക യുദ്ധഭീതി ഒഴിയുന്നില്ല. ഇറാനിലെ ഇന്ത്യൻ പൗരന്മാരോട് രാജ്യം വിടാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ലെബനനിലെ ബെയ്റൂട്ട് എംബസിയിൽ നിന്നും അത്യാവശ്യമില്ലാത്ത ജീവനക്കാരോടും അവരുടെ കുടുംബങ്ങളോടും രാജ്യം വിടാൻ അമേരിക്കയും നിർദ്ദേശിച്ചു. അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഏത് ചെറിയ സൈനിക നീക്കവും യുദ്ധപ്രഖ്യാപനമായി കാണുമെന്ന് ഇറാൻ വ്യക്തമാക്കി. അതിനിടെ ആണവ പരിശോധന നടത്താൻ ഇറാൻ ഉപാധികൾ വെച്ചതായും റിപ്പോർട്ടുകളുണ്ട്. വ്യാഴാഴ്ച ജനീവയിലെ 3ാം റൗണ്ട് ചർച്ചകളിൽ ഉറ്റുനോക്കുകയാണ് രാജ്യങ്ങൾ. കായിക വാർത്തയിലേക്കാണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ആവേശജയം. എതിരില്ലാത്ത ഒരു ഗോളിന് എവർട്ടനെ പരാജയപ്പെടുത്തി. ഇതോടെ 48 പോയിന്റുമായി മാഞ്ചസ്റ്റർ ലീഗിൽ 4ാം സ്ഥാനത്താണ്. ഇതോടെ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.